ഒരു 56 വയസ്സുള്ളൊരു ഡയബറ്റീസ് രോഗിയുടെ സ്റ്റോറിയാണ് ഇന്ന് പറയുന്നത്. പുള്ളി ഒരു 3 വർഷം മുമ്പ് ആണ് പുള്ളിയുടെ ഡയബറ്റീസ് തുടങ്ങിയത്. വളരെ സൂക്ഷ്മതയോടെ പോകുന്നൊരു രോഗിയാണ്. പുള്ളിയുടെ ഷുഗർ നോക്കുന്നു, കുറച്ച് കൂടുതലായിട്ട് കണ്ട സമയത്ത് പുള്ളി ഒരു ഡോക്ടറെ മീറ്റ് ചെയ്യുന്നു. ഡോക്ടർ മെറ്റ്ഫോമിൻ ഒരു മെഡിസിൻ തുടങ്ങുന്നു. ഡയറ്റ് എല്ലാം വളരെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. വളരെ വെൽ കൺട്രോൾഡായിട്ട് രോഗി പോകുന്നു. മിക്കവാറും പുള്ളി എല്ലാം 3 മാസം 4 മാസം ഒരിക്കൽ ഡോക്ടറെ കാണും. പുള്ളിയുടെ ഷുഗറിൻ്റെ കൺട്രോൾ വളരെ നോർമലിനടുത്താണ്. ഫാസ്റ്റിംഗ് ഷുഗർ 90 100-നകത്ത് തന്നെ നിൽക്കും. HbA1c ഒരു 6.2 6.5 7-ന് താഴെ തന്നെ പുള്ളി വളരെയധികം മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുണ്ട്. കഴിഞ്ഞൊരു 6 മാസമായിട്ട് പുള്ളിയുടെ കാലിൽ ഒരു പെരുപ്പ് തുടങ്ങി. അപ്പം പുള്ളി ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത് ഡയബറ്റിക് ന്യൂറോപ്പതിയാണെന്ന് കണ്ടു. അപ്പം പുള്ളി അത് ന്യൂറോപ്പതിയാണെന്ന് വിശ്വസിച്ചു. പുള്ളിയുടെ ഡോക്ടറെ അടുത്തും പറഞ്ഞു, എനിക്കിങ്ങനെ കാലിൽ പെരുപ്പുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു അത് ന്യൂറോപ്പതി ആയിരിക്കാം, ഡയബറ്റീസ് ഉള്ള വ്യക്തിയല്ലയോ. അങ്ങനെ ന്യൂറോപ്പതിക്ക് വേണ്ടി ചികിത്സ തുടങ്ങി. ഡയറ്റെല്ലാം വളരെ സ്ട്രിക്റ്റാക്കി. ആദ്യം കുറച്ച് വൈറ്റമിൻ മരുന്നുകൾ കൊടുത്തു. അതിലാശ്വാസം ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്ക് ഈ ന്യൂറോപ്പതി കൺട്രോൾ ചെയ്യുന്ന പ്രിഗാബാലിൻ എന്ന് പറഞ്ഞൊരു ഗുളിക ഉപയോഗിച്ചു. വലിയ മെച്ചമൊന്നും കിട്ടിയില്ല. അങ്ങനെയാണ് പുള്ളിയെടുത്ത് ആരോ പറയുന്നത് ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കാണുക. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്നു. നോക്കുമ്പോൾ പുള്ളിയുടെ ഈ പറഞ്ഞ കണക്ക് പെരുപ്പും തരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് പോരാഞ്ഞ് പുള്ളി കുറച്ച് കാര്യം കൂടെ പറഞ്ഞു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാലിലോട്ട് ഷോക്ക് അടിക്കുന്ന കണക്ക് വേദനയുണ്ട്. ഇടയ്ക്ക് എനിക്ക് മസിൽസ് വീക്കാവുന്നുണ്ട്, ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് എൻ്റെ കാല് മടങ്ങിപ്പോകുന്നു. ഇത് കേട്ടപ്പോൾ ഞാൻ ഒരു സംശയം വന്നു. എനിക്ക് തോന്നി ഇത് ഡയബറ്റിക് ന്യൂറോപ്പതി തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ന്യൂറോയുടെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പുള്ളി പേഷ്യൻറ്റിനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു, ഡോക്ടർ മാത്യു, ഇത് ഡയബറ്റിക് ന്യൂറോപ്പതിയാണെന്ന് തോന്നുന്നില്ല. പുള്ളിക്ക് സ്പൈനൽ കോഡിൽ എന്തോ ഒരു അസുഖത്തിൻ്റെ ലക്ഷണമാണ്. അങ്ങനെ ന്യൂറോ ഡോക്ടേഴ്സ് ഒരു സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ സ്പൈനൽ കോഡിൽ ഒരു ന്യൂറോ ഫൈബ്രോമ എന്ന് പറഞ്ഞൊരു ട്യൂമർ കണ്ടുപിടിച്ചു. പിന്നെ അതൊരു ന്യൂറോ സർജൻ കണ്ടു. അതിനെ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി. ഇപ്പോൾ പുള്ളി വളരെ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഡയബറ്റിസ് ഉള്ള രോഗികളിൽ ന്യൂറോപ്പതി വരാനുള്ള ഏറ്റവും പ്രധാന കാരണം ഡയബറ്റിസ് തന്നെയാണ്. അത് കൺട്രോള് മോശമായിട്ടുള്ള രോഗികളിൽ, അതായത് ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്ന രോഗികൾ, പ്രായം കൂടുതലുള്ളവരിൽ, കൂടുതൽ വർഷങ്ങൾ ഡയബറ്റിസ് നിൽക്കുന്നവരിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഈ സാധാരണമായിട്ടുള്ള ഡയബറ്റിക് ന്യൂറോപ്പതി അല്ലാത്തതായിട്ടുള്ള സിംറ്റംസ് കാണുവാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കണക്കുള്ള സിംറ്റംസ് കാണുവാണെങ്കിൽ നിങ്ങൾ അത് ഡയബറ്റിക് ന്യൂറോപ്പതി ആണോ എന്നുള്ളത് ശരിക്കും സംശയിക്കണം. ഒരു ഡോക്ടറെ കാണുകയും മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഡയബറ്റിസ് ഉള്ളവരിൽ എല്ലാ ന്യൂറോപ്പതിയും ഡയബറ്റിക് ന്യൂറോപ്പതി ആവണമെന്നില്ല. താങ്ക് യു.